ഭാരതത്തിൻ്റെ സ്വത്വം അതിൻ്റെ സാംസ്കാരിക പൈതൃകമാണ്. ആ പൈതൃകമാകട്ടെ ഭാഷ, വാമൊഴി, ഉത്സവങ്ങൾ, ജീവിതശൈലി, ഭക്ഷണം എന്നിവയുടെ വൈവിധ്യം നിറഞ്ഞ ഒന്ന്. എന്നാൽ ഈ വൈവിധ്യം ദേശീയതയുടെ ആത്മാവിനെ ഒന്നിപ്പിക്കാൻ പ്രവർത്തിക്കുന്നു. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം സേവനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സദ്ഭരണത്തിൻ്റെയും 2 പതിറ്റാണ്ടുകളുടെ പേര്. आपने भी महसूस किया होगा कि हमारा देश कितनी विविधता से भरा हुआ है। अनेकों भाषाएं, अनेकों बोलियां, अलग अलग खान पान, कितना कुछ अलग है, लेकिन भारत एक है। भारत यानी कोटि कोटि सामान्य जन के खून पसीने, आकांक्षाओं और अपेक्षाओं की सामूहिक शक्ति। പൗരാണിക കാലം മുതൽ ആധുനിക കാലം വരെ, ആധുനിക കാലം മുതൽ വർത്തമാന കാലം വരെ ഭാരതം ഒന്നാണ്. ദേശീയത എന്ന വികാരം അതിൻ്റെ സിരകളിൽ ഒഴുകുന്നു. ഏകദേശം 2400 വർഷങ്ങൾക്ക് മുൻപ് ചാണക്യൻ അത് തിരിച്ചറിഞ്ഞ് ചന്ദ്രഗുപ്തനെ രാജ്യത്തിൻ്റെ സിംഹാസനത്തിൽ അവരോധിച്ചു. അതിനുശേഷം സ്വതന്ത്ര രാജ്യത്തിൻ്റെ ആദ്യ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ പല നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു കിടന്ന ഇന്ത്യക്ക് ഒരു ഏകീകൃത രൂപം നൽകുകയും രാഷ്ട്രത്തിന് ഒരു അഖണ്ഡ ഭാരതം നൽകുകയും ചെയ്തു. जिस चीज से मुल्क को फायदा नहीं होता है, उस चीज से आकर हमको खुद को भी नुकसान होता है। वो चीज हमें समझ के हमें जो हिंदुस्तान आज सदियों के बाद एक हुआ है और एक मौका मिला है, वो गुमाना नहीं चाहिए। ഏകവും അഖണ്ഡവുമായ ഭാരതം ശ്രേഷ്ഠ ഭാരതമായി രൂപാന്തരപ്പെടണം. ഇന്ത്യയുടെ മഹത്തായ പൈതൃകത്തിന് അതിൻ്റെ സ്ഥാനം നൽകണം എന്ന അർത്ഥത്തിൽ നമ്മുടെ ഉത്തരവാദിത്വ ബോധം വർദ്ധിച്ചു. हिंदुस्तान के इतिहास की तरफ देखें तो चाणक्य ने 400 साल पहले देश को एक करने के लिए एक भगीरथ प्रयास किया था और बहुत बड़ी मात्रा में सफलता पाई थी। चाणक्य के बाद भारत को एकता के सूत्र में बांधने का अगर कोई अहम काम किसी महापुरुष ने किया तो वो सरदार वल्लभ भाई पटेल ने किया, और उसी के कारण तो आज कश्मीर से कन्याकुमारी, अटक से कटक हम एक स्वर से इस भारत मां को याद करते हैं, भारत माता की जय बोलते हैं। उस मां का रूप सरदार साहब ने निखारने में बहुत बड़ी भूमिका अदा की थी, और इसलिए वो महापुरुष जिसने एक भारत दिया उसे श्रेष्ठ भारत बनाना ये हम सबका दायित्व है, हम सबका कर्तव्य है। രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വം 130 കോടി ജനങ്ങളോടൊപ്പം ഈ വലിയ ഉത്തരവാദിത്വം സ്വന്തം ചുമലിലേക്ക് ഏറ്റെടുത്തു. ഇന്ന് ഇന്ത്യ മുഴുവൻ ബന്ധപ്പെട്ടിരിക്കുന്ന ഏകഭാരതം ശ്രേഷ്ഠ ഭാരതമെന്ന ആ മന്ത്രം രാജ്യത്തിന് ലഭിച്ചു. സേവനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സദ്ഭരണത്തിൻ്റെയും മനോഭാവത്തോടെ രാജ്യത്തിൻ്റെ നേതൃത്വം ഒരു പുതിയ ഗാഥ രചിക്കുകയാണ്. भारत में रास्ते भले ही अलग अलग हैं, लेकिन गंतव्य एक ही है, मंजिल एक ही है, और ये मंजिल है एक भारत ശ്രേഷ്ഠ ഭാരത്. യഥാർത്ഥത്തിൽ ഈ സ്വരവും ശൈലിയും സന്തോഷത്തിനോ ആചാരങ്ങൾക്കോ മാത്രമായിരുന്നില്ല. പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ ഐക്യത്തിൻ്റെയും സമഗ്രതയുടെയും ശ്രേഷ്ഠതയുടെയും രൂപം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന
130 കോടി ആളുകളുടെ സംയുക്ത സ്വരമായിരുന്നു അത്. ആ സ്വരത്തിന് ഒരു നേതൃത്വം ലഭിച്ചു. ആ സ്വരത്തിന് ഒരു മുഖം ലഭിച്ചു. ആ സ്വരത്തിന് പുരുഷാർത്ഥം കരഗതമായി. രാജ്യം മുഴുവനും ഒരു വൈകാരിക ശക്തി ലഭിച്ചു. നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മളെല്ലാവരും ഭാരതീയരാണ്. ഭാരതത്തിനെ മനസ്സിലാക്കാൻ ഈ രാജ്യം മുഴുവൻ പര്യടനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ കേവലം ഒരു സന്ദർശകനായല്ല, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ വേണം അത് ചെയ്യാൻ. टूरिज्म में वैल्यू एडिशन तभी होगा कि जब हम सिर्फ मुलाकाती नहीं, हम एक विद्यार्थी के तौर पर उसका पाना समझना बनने का प्रयास करें. मेरा स्वयं का अनुभव है. मुझे हिंदुस्तान के 500 से अधिक डिस्ट्रिक्ट में जाने का मौका मिला होगा. 450 से अधिक डिस्ट्रिक्ट तो ऐसे होंगे जहां मुझे रात्रि मुकाम का अवसर मिला है. और आज जब मैं भारत में इस दायित्व को संभालता हूं तो मेरे उस भ्रमण का अनुभव मुझे बहुत काम आता है. चीज़ों को समझने में मुझे बहुत सुविधा मिलती है. आपसे भी मेरा आग्रह है कि आप इस विशाल भारत को विविधता में एकता सिर्फ नारा नहीं, हमारी अपार शक्ति का ये भंडार है, इसको अनुभव कीजिए. एक भारत श्रेष्ठ भारत का सपना इसमें निहित है. खान पान की कितनी वैरायटीज है, तो पूरे जीवन भर हर दिन एक एक नई वैरायटी कर खाते रहे तो भी कहे रिपीटिशन नहीं होगा. ഭാരതത്തിൻ്റെ തനിമ ഭാരതത്തിൻ്റെ വൈവിധ്യം നിറഞ്ഞ ആചാരങ്ങളിലാണ്, ഉത്സവങ്ങളിലാണ്. ഈ പ്രകൃതം എല്ലാം ഉൾക്കൊള്ളുന്നു. അതിന് അതിൻ്റേതായ ഒരു തത്വചിന്തയുണ്ട്. വടക്കു മുതൽ തെക്ക് വരെ, കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ ഇന്ത്യയിലുടനീളം ഓരോ ദിവസവും ഏതെങ്കിലും ഒരു ഉത്സവമുണ്ടാകും. ഓരോ ഉത്സവത്തിനും അതിൻ്റേതായ പ്രാധാന്യവുമുണ്ട്. ഇതാണ് നാനാത്വത്തിലെ നമ്മുടെ ഏകത്വം. ഇതാണ് നമ്മുടെ ഏക ഭാരതം, ശ്രേഷ്ഠ ഭാരതം. ഗ്രാമങ്ങളുടെ ഈ രാജ്യത്ത് കൊയ്ത്തിൻ്റെ അവസരങ്ങളിൽ ചില ഉത്സവങ്ങൾ ആഘോഷിക്കപ്പെടുന്നു. इसी के बाद से दिन धीरे धीरे बड़े होने लगते हैं और सर्दियों की फसलों की कटाई भी शुरू हो जाती है. हमारे अन्नदाता किसान भाई बहनों को भी खूब खूब शुभकामनाएं. विविधता में एकता, एक भारत श्रेष्ठ भारत की भावना की महक हमारे त्योहार अपने में समेटे हुए है. हम देख सकते हैं कि हमारे पर्व त्योहार प्रकृति से कितनी निकटता से जुड़े हुए हैं. ഗുജറാത്തി സ്വദേശിനിയായ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി നിഷ്ഠ ഡൽഹി ജാഫർ കലൻ നവോദയ വിദ്യാലയത്തിലെ പശ്ചിമ ബംഗാൾ സ്വദേശിയായ 6ാം ക്ലാസ്സിലെ അക്ഷിതിനൊപ്പം ബംഗാളി ഭാഷയിൽ നന്നായി സംസാരിക്കുകയും ബംഗാളി മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതേ വികാരമാണ് നമ്മൾ കാണുന്നത്. হ্যালো অক্ষিত, আর বল তোকে কেমন লাগছে এই নবোদয়াতে? আমার ভালো লাগছে দি, আপনি কেমন আছো? হ্যাঁ, আমি ভালো আছি। তো আমার তো এখন এখানটায় এসে 4 মাসই হলো। আপনি তো এখানটায় কমসে কম 2 বছর হয়ে গেছে না? তো আপনি আমাকে একটু এখানটার বারের মধ্যে কিছুটা বাতাও কি এখানটায় পড়াশোনা কেমন, খেলাধুলা কেমন? হ্যাঁ, এখানে পড়াশোনা খেলাধুলা ভালো আছে। এখানে যেমনি আমাদের পুরনো স্কুলে এমনি পড়াশোনা হতো না, এখানে সব টিচাররা ভালো আছে। এখানে আমরা না বাংলা ছড়ে না গুজরাটি ল্যাঙ্গুয়েজ भी শিখতে পারি। এখানে সব কিছু ভালো আছে, এখানে সব কিছু টাইম টু টাইം হয়। ഇതാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ തത്വചിന്ത. ഇതിൻ്റെ ഫലമായി നമ്മുടെ മനസ്സുകളിൽ അത് പ്രതിഷ്ഠ നേടി. യഥാർത്ഥത്തിൽ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഭാഷാ സംഗമത്തിലൂടെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ ഈ തത്വചിന്ത നമുക്ക് പല വേദികളിലും കാണാം. हिंदी के कुछ शब्द जैसे आप नमस्कार, नमस्कार वनक्कम, जैसे आपका निंगल एप्पटी रुंकी रहेगा, हाउ आर यू, उंगल उडल निलाई एप्पड़ी रहेगा, मतलब कि आपका स्वास्थ्य कैसा है. It's a way of connecting India through culture, language, literature and all.
കേരളത്തിലെ പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയായ ദേവികയുടെ കാര്യമെടുക്കുക. മലയാളിയായിരുന്നിട്ടും ഹിമാചലി നാടൻ പാട്ടുകൾ ദേവിക പാടുമ്പോൾ അവൾ ഹിമാചൽ സ്വദേശിനിയാണോ എന്ന് നമ്മൾ വിസ്മയം കൊള്ളും. ഇത് മായാജാലമാണ്. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതത്തിലെ ഭാഷാ സംഗമത്തിൻ്റെ മായാജാലം. चंबा कितनी दूर। मलयालम मेरी मातृभाषा है, लेकिन हिंदी हमारे राष्ट्रभाषा है, इसलिए एक भारत श्रेष्ठ भारत के संबंधित मैं हिंदी के इस गाना गाया था. एक भारत श्रेष्ठ भारत के सीधा सा मतलब जाति प्रांत भाषा ये सब के ऊपर हम सब एक है. शिमले दी राहें चंबा कितनी दूर हो लैया मोहब्बता दूर दराजे अखियाँ तो हो या कसूर है अखियाँ तो हो या कसूर. ആസാമീസ് സ്വന്തം മാതൃഭാഷയായിരുന്നിട്ടും ദേവാഞ്ജന എന്ന പെൺകുട്ടി രാജസ്ഥാനി നാടൻ പാട്ടുകൾ പാടി ഏകഭാരതം ശ്രേഷ്ഠ ഭാരത മന്ത്രത്തെ ശക്തിപ്പെടുത്തുമ്പോൾ സമാനമായ ചിലത് കാണാൻ നമുക്ക് സാധിക്കും. साजन फूल गुलाब रो सूभू घड़ी घड़ी घीर घीर आए सावन की बदरियाना हे बदरियाना हो बदरियाना घेर घेर आए सावन की बदरियाना बरसी बदरा से पानी धरती लागे धानी धानी बरसी बदरा से पानी धरती लागे धानी धानी धरती लागे धानी धानी धरती लागे धानी धानी ईल जाए जैसे नव की दुल्हनियाना हे दुल्हनियाना हो दुल्हनियाना घेर घेर आए सावन की बदरियाना. വാസ്തവത്തിൽ പ്രചോദനത്തിൻ്റെ അമൃത് അവിരാമം ഒഴുകുമ്പോൾ കർമ്മങ്ങളുടെ ഫലം തീർച്ചയായും ലഭിക്കും. ഇത്തരത്തിലുള്ള ഫലം രാജ്യത്തിലുടനീളമുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ യുവാക്കൾക്കിടയിൽ ഭാഷാ സംഗമത്തിലൂടെ ദൃശ്യമാണ്. കൂടാതെ യുവാക്കൾ മുന്നോട്ട് വരണമെന്ന പ്രധാനമന്ത്രിയുടെ സ്വപ്നവും ഇതുതന്നെ. നിശ്ചയദാർഢ്യത്തോടെയുള്ള യാത്രയിൽ നിങ്ങളുടെ പങ്ക് വഹിക്കുക. സ്വാമി വിവേക് क्या आंकड़ों में लक्ष्य तय करके कोई संकल्प लिया जा सकता है? जैसे क्या ये संकल्प लिया जा सकता है कि अगले 2 वर्ष में 2000, 5000, 10,000 गांवों में खुले में शौच से मुक्त कराने में हम पूरी तरह सफल होंगे? क्या ये संकल्प लिया जा सकता है कि अगले 2 वर्ष में आपके चुने हुए 5,000, 10,000, 15,000 गांवों में हर घर में एलईडी बल्ब होगा? साथियों, सरकार इन सभी सेक्टरों में काम कर रही है, लेकिन लोगों के बीच जागरूकता बढ़ाने में, लोगों को प्रेरित करने में आपकी बहुत बड़ी भूमिका है.
मेरा विश्वास है कि आप जब कदम बढ़ाएंगे तो लाखों विवेकानंद की शक्ति आपके संकल्पों को सिद्ध करेगी। अभी बेलगांव में 10,000 विवेकानंद जुटे हैं, तब लाखों विवेकानंद जी आपके साथ जुड़े होंगे। आपके कार्य सिद्ध होंगे तो हमारी सामाजिक व्यवस्था को भी और मजबूती मिलेगी। एक भारत श्रेष्ठ भारत का ये सामर्थ्यवान भारत का स्वामी विवेकानंद जी का सपना पूरा हो। ഏക ഭാരത് ശ്രേഷ്ഠ ഭാരതം എന്ന ആശയം ശാശ്വതവും അതിൻ്റെ സ്വരൂപം അനന്തവുമാണ്. ഇതിന് ഭൗതിക വശമുള്ളതുപോലെ ഇന്ത്യയുടെ തത്വചിന്ത അതിൻ്റെ ആത്മീയ വശത്തെ ശക്തിപ്പെടുത്തുന്നു. ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സന്യാസി സമൂഹം അവർ സമൂഹത്തിൽ ധർമ്മത്തിൻ്റെ പ്രചരണം വ്യാപിപ്പിക്കുന്നു. വാസ്തവത്തിൽ പുണ്യപുരുഷർ രാഷ്ട്രത്തോടുള്ള കടമകൾ അവഗണിക്കുന്നില്ല, പക്ഷേ അവ അനുസരിക്കുന്നു. അതിനാൽ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു. മനുഷ്യ സമൂഹത്തോടോ പ്രകൃതി സംരക്ഷണത്തോടോ ഈ കടമ നിർവഹിക്കുന്നു. गंगा उत्पादन होते हैं उत्तराखंड में, समुद्र में जाते हैं वेस्ट बंगाल में। नदी का माध्यम से समाज एक साथ आते हैं। नदी समाज को वो रस्सी बना है, मिलना जुलना। ऐसा कावेरी है कर्नाटक में उत्पादन है, तमिलनाडु, पुदुचेरी और केरला सब प्रांतों को जाते हैं। नर्मदा उत्पादन होते हैं मध्य प्रदेश में, वो जाते हैं गुजरात। इस नदी का माध्यम से समाज भारत एक ऐसा भावना भी आते हैं, अपना जोड़ते हैं नदी। एक भारत श्रेष्ठ भारत के निर्माण की दिशा में भारत की प्राचीन ऋषि और कृषि परंपरा का अद्भुत योगदान रहा है। महर्षि अरविंद, स्वामी विवेकानंद, स्वामी रामकृष्ण परमहंस से लेकर के माता आनंदमयी से आधुनिक युग में अमृतानंदमयी तक और वर्तमान संन्यास परंपरा को भी देखें तो नरेंद्र मोदी जी को गढ़ने में भारत के ऋषि परंपरा का भी अद्भुत योगदान है। संघ और संत, इसके बीच में नरेंद्र मोदी जी एक सुरक्षित, एक स्वाभिमानी भारत का निर्माण कर रहे हैं. നദികളുടെ സംരക്ഷണത്തിലും നദികളെക്കുറിച്ചുള്ള പ്രചാരണത്തിലും സന്യാസി സമാജത്തിൻ്റെ സംഭാവന നിസ്തുലമാണ്. നദികളെ ആരാധിക്കുന്നത് ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. കുംഭമേളയോ സിന്ധു യാത്രയോ തലക്കാവേരി സ്നാനമോ ആകട്ടെ, നദികളോടുള്ള ഈ മനോഭാവം ഇന്ത്യയെ ഒന്നാകെ ബന്ധിപ്പിക്കും. मेरे प्यारे देशवासियों, पुष्करम, पुष्करालू, पुष्करा, क्या आपने कभी ये शब्द सुने हैं? क्या आप जानते हैं? आपको पता है ये क्या है? मैं बताता हूँ। यह देश की 12 अलग अलग नदियों पर जो उत्सव आयोजित होते हैं उसके भिन्न भिन्न नाम है। हर वर्ष एक नदी पर, यानी उस नदी का नंबर फिर 12 वर्ष के बाद लगता है और यह उत्सव देश के अलग अलग कोने की 12 नदियों पर होता है, बारी बारी से होता है और 12 दिन चलता है। कुंभ की तरह ही यह उत्सव भी राष्ट्रीय एकता को बढ़ावा देता है और एक भारत श्रेष्ठ भारत के दर्शन कराता है। पुष्करम यह ऐसा उत्सव है जिसमें नदी का महात्म्य, नदी का गौरव, जीवन में नदी की महत्ता इस सहज रूप से उजागर होती है। ഏകഭാരതം ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ കാതൽ സർവധർമ്മ സമഭാവനയുടെ ആത്മാവാണ്. ഇന്ത്യയുടെ എല്ലാം ഉൾക്കൊള്ളുന്ന സ്വഭാവമാണ്. ഇതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. 2001 ഗുജറാത്തിലെ വിനാശകരമായ ഭൂകമ്പത്തിന് ശേഷം കച്ചിലും ഭുജിലും ഒരുപാട് നാശമുണ്ടായി. കച്ചിലെ ലഖ്പത് ഗുരുദ്വാര സാഹിബിൻ്റെ കെട്ടിടത്തിനും
ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2004 മുഖ്യമന്ത്രിയായിരിക്കെ ശ്രീ നരേന്ദ്രമോദി ലഖ്പത് ഗുരുദ്വാര സാഹിബിൻ്റെ കെട്ടിടം പുതുക്കി പണിഞ്ഞു. അതിൻ്റെ പുരാവസ്തു മൂല്യങ്ങൾ സംരക്ഷിച്ച പ്രവർത്തനത്തെ യുനെസ്കോ ഏഷ്യ പസഫിക് ഹെറിറ്റേജ് അവാർഡ് നൽകി ആദരിച്ചു. लखपत गुरुद्वारा साहब श्री गुरु नानक जी अपनी उदासी के दौरान लखपत गुरुद्वारा साहिब में रुके थे। 2001 के भूकंप से इस गुरुद्वारे को भी नुकसान पहुंचा था। यह गुरु साहिब की कृपा ही थी कि मैं इसका जीर्णोद्धार सुनिश्चित कर पाया। न केवल गुरुद्वारा की मरम्मत की गई बल्कि उसके गौरव और भव्यता को भी फिर से स्थापित किया गया। हम सबको गुरु साहिब का भरपूर आशीर्वाद भी मिला। लखपत गुरुद्वारा के संरक्षण के प्रयासों को 2004 में यूनेस्को एशिया पैसिफिक हेरिटेज अवार्ड में अवार्ड ऑफ डिस्टिंक्शन दिया गया। കേവലം ഈ ഒരു ഉദാഹരണം മാത്രമല്ല, സർവമത സമഭാവനയുടെ മറ്റൊരു ഉദാഹരണമാണ് വൽസാദ് ജില്ലയിലെ തീരദേശ പട്ടണമായ ഗുജറാത്തിലെ ഉദ്വാദ. ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന അതാഷ് ബഹ്റാമിലെ വിശുദ്ധ തീയാണ് ഉദ്വാദയുടെ പ്രധാന ആകർഷണം. ശ്രീ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കെയാണ് അത് സംഭവിച്ചത്. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സർവ്വമത സമഭാവനയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതായിരുന്നു ഗുജറാത്ത് സർക്കാരിൻ്റെ അത്തരമൊരു പ്രവൃത്തി. സമത്വത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് സർവധർമ്മം സമഭാവന. ഇന്ത്യ ഒരു ആക്രമണകാരി രാജ്യമല്ല. ഇന്ത്യ സമാധാനത്തിൻ്റെ പൗരോഹിത്യം വഹിക്കുന്നു. ഇതിനു പിന്നിലെ ഏറ്റവും വലിയ കാരണം ഇന്ത്യയാണ്. ബുദ്ധൻ്റെ അമ്മയും പാലകനും അനുയായിയും എന്നതാണ്. ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വം ബുദ്ധമതത്തിൻ്റെ പ്രചരണത്തിനും ബുദ്ധ ആശയങ്ങൾക്കുമായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് മുതലായവയിൽ ബുദ്ധമതത്തിൻ്റെ വ്യാപനത്തിനായി ബുദ്ധ സർക്യൂട്ടുകൾ നിർമ്മിക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. हमारे देश में करीब करीब 18 राज्य ऐसे हैं जहां पर भगवान बुद्ध से जुड़े हुए कोई न कोई तीर्थ क्षेत्र है। इनमें से कई तो 2000 वर्ष से ज्यादा पुराने हैं और विश्व भर से लोगों को आकर्षित करते रहे हैं। ऐसे में ये भी बहुत आवश्यक है कि जो लोग इन स्थलों को देखने आ रहे हैं उनकी सुविधाओं के हिसाब से भी इन जगहों को विकसित किया जाए। इसी सोच पर चलते हुए देश में स्वदेश दर्शन स्कीम के तहत एक बुद्धिस्ट सर्किट पर भी काम किया जा रहा है। बुद्धिस्ट सर्किट के लिए सरकार 360 करोड़ रुपए से ज्यादा स्वीकृत कर चुकी है। इससे उत्तर प्रदेश, बिहार, मध्य प्रदेश, आंध्र प्रदेश, गुजरात ऐसे स्थानों पर बुद्ध स्थलों का और विकास किया जा रहा है। ഏക ഭാരത് ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ ഭൗതികവും ആത്മീയവുമായ വശത്തോടൊപ്പം മാനുഷികവും പ്രായോഗികവുമായ വശവും പ്രതിഫലിക്കുന്നു. കാരണം ഇതിൻ്റെ വ്യാപ്തി ബൃഹത്താണ്. ഒരു ഭാരതീയൻ വിദേശ രാജ്യത്ത് നിന്ന് തൻ്റെ മാതൃരാജ്യത്തിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ദർശനമുണ്ടാകും. അത്തരമൊരു പ്രതികരണം ഇന്ത്യയിൽ തിരിച്ചു വരുമ്പോൾ ഈ വികാരം കൂടുതൽ ശക്തമാകും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇങ്ങനെ വിദേശങ്ങളിൽ ഇന്ത്യക്കാർ കുഴപ്പത്തിലായപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ മാത്രമല്ല അവരുടെ ജീവിതങ്ങൾ സുരക്ഷിതമാക്കാനും ഭാരതം ഒരേപോലെ പ്രാധാന്യം കൊടുത്തു. ഈയിടെ അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വംശജരെ ഓപ്പറേഷൻ ദേവി ശക്തിയുടെ കീഴിൽ ഇന്ത്യ ഗവൺമെൻറ് സുരക്ഷിതമായി അവരുടെ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവന്നു. ഇത് മാത്രമല്ല, എല്ലാ ആദരവിൻ്റെയും പാത്രമായ
ഗുരു ഗ്രന്ഥ് സാഹിബിൻ്റെ രൂപം ശിരസുകളിൽ വഹിച്ച് നാം തിരികെ കൊണ്ടുവന്നു. ആ ദൃശ്യം എല്ലാവരുടെയും മനസ്സിൽ മാതൃഭൂമിയെക്കുറിച്ചുള്ള അനുരാഗം നിറയ്ക്കും. ആപത്തിൽ നിന്നും അവർ കരയേറി. അവരുടെ മനസ്സുകളിൽ രാജ്യത്തോടും രാജ്യത്തെ ഭരണകൂടത്തോടും അളവറ്റ സ്നേഹം നിറഞ്ഞിരുന്നു. ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്ന ഏകഭാരതം ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ മാനവിക വശം ഒരിക്കൽ കൂടി ദൃശ്യമാണ്. आज दुनिया भर में कहीं भी कोई भी भारतीय अगर संकट में गिरता है तो भारत पूरे सामर्थ्य से उसकी मदद के लिए खड़ा हो जाता है. कोरोना काल हो या फिर अफगानिस्तान का वर्तमान संकट, दुनिया ने इसे निरंतर अनुभव किया है. ऑपरेशन देवी शक्ति के तहत अफगानिस्तान से सैकड़ों साथियों को भारत लाया जा रहा है. चुनौतियां बहुत हैं, हालात मुश्किल है, लेकिन गुरु कृपा भी हम पर बनी हुई है. हम लोगों के साथ पवित्र गुरु ग्रंथ साहब के स्वरूप को भी शीश पर रखकर भारत लाए हैं. आज जिस प्रकार की वैश्विक परिस्थितियां बन रही है, उससे हमें यह एहसास भी होता है कि एक भारत श्रेष्ठ भारत के क्या मायने होते हैं. ഈ യാത്ര അനന്തമാണ്. ഈ കഥ ശാശ്വതമാണ്. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ ഈ യാത്രയും അതിൻ്റെ അടയാളങ്ങളും പരാമർശങ്ങളും വിശ്വാസങ്ങളും ഇനിയും തുടരും, ഒരിക്കലും അവസാനിക്കാതെ.